ഫ്രണ്ട്സ്, ഇനി ഒരു സ്പെഷ്യൽ ദോശയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. എന്താണെന്ന് നോക്കൂ. ഇതാ സാധാരണ ദോശമാവ് കേട്ടോ. ആ ദോശമാവിനെ നമ്മൾ ഇതാ എണ്ണ കൂട്ടും. ഇതാ കുറച്ച് മാവ് കഴിക്കാതെ, കുറച്ച് സാധാരണ ദോശയുടെ മാവ് എന്നിട്ട് അതിന് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നല്ല ചന്തത്തിൽ വേണം. എനിക്കങ്ങനെ ചന്തത്തിലൊന്നും റൗണ്ട് ചെയ്യാനോ അറിഞ്ഞൂട. ഇങ്ങനെ മതി, ഇതൊക്കെ മതി. കഴിക്കുമ്പോൾ ചന്തമൊക്കെ പോയില്ലേ അല്ലേ. ഇനി നമ്മളതിനെ നോക്കൂ, ഇതിലേക്ക് ഇതാ ഇത്തിരി നീട്ടി വെച്ചു. ഇനി എന്താ നോക്കൂ, ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മുട്ട ഇതാ ഒരു മുട്ട ഉടച്ച് ഒഴിക്കണം. ഒരു ഫുൾ മുട്ട കേട്ടോ. എന്നിട്ട് അതിനെ നമ്മൾ ഇതാ പരത്തി കൊടുക്കുന്നത് കാണുന്നുണ്ടോ നിങ്ങൾ? ഞാൻ ക്യാമറ തിരിക്കാനും പിന്നെ സ്റ്റാൻഡ് വയ്ക്കാനും ഒന്നും ഇപ്പോഴും പഠിച്ചിട്ടില്ല. എന്നെ ഇനി LKG തന്നെ ഇരുത്തണമെന്നാണ് തോന്നുന്നത് കേട്ടോ. പണ്ടത്തെ നിങ്ങൾക്കൊക്കെ ശരിക്കും ഡബിൾ പ്രൊമോഷൻ കിട്ടുന്ന ആൾക്കാരാണ്. ഞാനൊക്കെ ആണെങ്കിലേ എന്നെ വീണ്ടും താഴേക്ക് പോവുക. ഞാൻ കണ്ടോ, ഒരു തവി മാവൊഴിച്ചു. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് മുളക് ഉള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കേട്ടോ. അതിട്ടു. അതിട്ടിട്ട് ഒന്ന് നിരത്തണം, ഉള്ളി പച്ചമുളകൊക്കെ. പിന്നെ ഒരു ലേശം ഉപ്പിടാം. എന്താറിയോ കാരണം? ഒരു ലേശം ഉപ്പിടാം കാരണം പിന്നെ മുകളിലേക്ക് നമ്മൾ ഇടുന്ന സാധനങ്ങൾക്ക് മൊത്തക്കൊക്കെ ഇത്തിരി ഉപ്പ് വേണമല്ലേ, എങ്കിലും അതിന് രുചി കിട്ടും കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇഷ്ടമാണെങ്കിൽ കറിവേപ്പില ഇടാൻ. കണ്ടോ, നല്ല ദോശ കേട്ടോ കൂട്ടുകാരെ, നല്ല ബെസ്റ്റ് ദോശ. കറിവേപ്പില ഇഷ്ടമാണെങ്കിൽ കറിവേപ്പില ഇടാം. അല്ല ഇതാ ഞാൻ മല്ലിയില ഇടും കേട്ടോ. എനിക്ക് മല്ലിയില ഇഷ്ടം, അതുകൊണ്ട് ഞാൻ മല്ലിയില ഇടുന്നു. മല്ലിയില ഇട്ടു. ഇനി അതിനെ ഒന്നുകൂടെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഉണ്ടാക്കി ഇട്ടു. ഒരു കപ്പല്ലേ, ഒരു തവി. ഒരു കപ്പ് അരിമാവ് ഒഴിച്ചു. ഒരു കപ്പ് അരിമാവ് ഒഴിച്ച് വെച്ച് അതൊന്ന് ഒരു കപ്പ് ഇഡ്ഡലി മാവ്, അരിമാവ് കൊണ്ട് നിങ്ങൾക്ക് തെറ്റുണ്ടാവും. ഒരു കപ്പ് ഇഡ്ഡലി മാവ് ഒഴിച്ചു. വെച്ച് അതിലേക്ക് നമ്മൾ അത് പരത്തി ദോശ പോലെ പരത്തി അതിലേക്ക് നമ്മൾ ഒരു കോഴിമുട്ട ഉടച്ചൊഴിച്ചു. ഈ കോഴിമുട്ട ഉടച്ചൊഴിച്ച് നല്ലോണം അതിൻ്റെ മുകളിൽ പരത്തി കൊടുത്തു. പരത്തിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇഞ്ചി ഇടണം. പക്ഷെ ഇഞ്ചി ഞാൻ മറന്നു പോയി കേട്ടോ. അരിയുമ്പോൾ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ചെറിയുള്ളി ഇത്രയും സാധനങ്ങൾ അരിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുത്തു. എന്നിട്ട് സ്പൂൺ കൊണ്ട് അതിനെ ഒന്ന് അമർത്തി കൊടുത്തു. അതിന് ശേഷം അതിലേക്ക് കറിവേപ്പില വേണ്ടിയൊക്കെ കറിവേപ്പില ഇടാം. ഞാൻ മല്ലിയില ഇട്ടത് കേട്ടോ, എനിക്കിഷ്ടം മല്ലിയില. ലേശം ഉപ്പ്, ഒരു പിഞ്ച് ഉപ്പ് പൊടി നിരത്തി അതിൻ്റെ മുകളിലേക്ക്. എന്താണെന്ന് വെച്ചാൽ മുട്ടയ്ക്കും ഈ ഉള്ളി, പച്ചമുളക്, പിന്നെ ഇഞ്ചി, മല്ലിയില ഇതിനൊക്കെ ഉപ്പ് വേണമല്ലോ. പിന്നെ അതിലേക്ക് ഇതാ ഒരു ഇത്തിരി കുരുമുളക് പൊടി വിതറുകയാണ് കേട്ടോ. കുരുമുളക് പൊടിച്ചതൊക്കെ കഴിഞ്ഞ് എന്നാലും ഉണ്ട് കേട്ടോ, ഉണ്ട്. ഇതിൻ്റെ ആവശ്യത്തിന് ഇനി കുറച്ച് കൂടെ ഉണ്ട്. മതി, അത്രയും മതി. എന്ത് രുചിയാണെന്നറിയാം ഈ ദോശ. ഇത് വളരെ റിച്ചാണ്, വളരെ പോഷക സമൃദ്ധമാണ്, വളരെ ഹെൽത്തിയാണ്, എളുപ്പമാണ്. ഇത് ഒരൊറ്റ ദോശ മതി നമുക്ക് കേട്ടോ. ചെറിയ തീയിലിട്ടിരിക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം, അല്ലയോ നല്ലെണ്ണ ഒഴിക്കണം കേട്ടോ.
ഇത് ഇതേമാണ്. ഇതാ ഒരു സ്പൂൺ നല്ലെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു. എല്ലാം കൂടെ ഞാൻ പറയുന്ന പോലെയല്ല, പെട്ടെന്ന് വളരെ ക്വിക്കായിട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതിനെ നമ്മൾ കായം നോക്കട്ടെ. പിന്നെ ഒന്നാമത്തെ ദോശയാണ്. ഇതൊന്നും മതി. ഇനിയും എനിക്കെന്നല്ല, നിങ്ങൾക്കൊക്കെ ഇതൊന്നും മതി. ഒരു മുട്ടയുണ്ട്, ഒരു ദോശയുണ്ട്, പിന്നെ ബാക്കി സാമഗ്രികളെല്ലാം ഇതിനകത്തുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു വീട്ടിൽ എത്ര പേരുണ്ടോ? 4 പേരുണ്ട്. ഒരു 6 ദോശ ഇട്ട് വെച്ചാൽ കുട്ടികൾ ചിലപ്പോൾ 2 എണ്ണം വേണമെന്ന് പറയുമല്ലോ. അപ്പോൾ അത് അവരുടെ ആവശ്യത്തിനാകും. ഇങ്ങനെ ചുട്ടുവെച്ച ദോശയാണിത്. അപ്പോൾ നമുക്കിത് മതി. തിരി ഉയർത്തി വയ്ക്കുക കേട്ടോ. തിരി ഉയർത്തി വെച്ചാൽ അതെ പെട്ടെന്നായി പോകാൻ പാടില്ല. ഇത് നല്ല ഇങ്ങോട്ട് നോക്കട്ടെ. ഇത് പെട്ടെന്നായിപ്പോയാലേ കരിഞ്ഞു പോവും. പാകത്തിന് വേകണമെങ്കിൽ ഇത് വളരെ സ്ലോ ആയിട്ടിടണം കേട്ടോ. ഞാനെൻ്റെ വീട്ടു ഡ്രസ്സിലൊക്കെയാ. നിങ്ങൾക്ക് ഞാൻ നെറ്റിക്കൊരു പൊട്ടുപോലും വെച്ചിട്ടില്ല. വീട്ടിൽ നിന്ന പാടെ നമ്മൾ അടുക്കളയിൽ അങ്ങനെയാണല്ലോ അല്ലേ. നമ്മളിതൊന്നും കാണിക്കാൻ വേണ്ടിയല്ലല്ലോ പലപ്പോഴും എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഹെൽത്തി ആയിട്ടുള്ള ദോശ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. വളരെ നല്ലതാണ്, വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്, വളരെ റിച്ചാണ്. ഇതാ ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റാം. തിരി ഓഫാക്കട്ടെ. ഇതാണ് ആ ഹെൽത്തി ആയിട്ടുള്ള ദോശ. കണ്ടല്ലോ, ഇത് വളരെ 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 എളുപ്പമാണ്, വളരെ നല്ലതാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ കഴിക്കൂ. ഒരുപാട് കൂടുതലുമല്ല, വളരെ ഇതായിട്ടുള്ളൊരു ഫുഡാണ്. പിന്നെ ഇതൊന്ന് മാറ്റി വയ്ക്കണം. ഇതാ ഞാൻ കഴിക്കാൻ പോവാണ്. കണ്ടല്ലോ, ഇത് ഇപ്പോൾ അങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളെ കാണിക്കാൻ വേണ്ടി കഴിച്ച് കാണിക്കാണ്. എനിക്ക് ഒരു കാര്യം എടുക്കേണ്ടതായിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. ഞാനത് പറയുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞാൻ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.